ആദ്യകാലത്ത് പോകുമ്പോൾ ഈ ഗുരുതി കഴിയുമ്പോൾ മലയപ്പുറത്ത് കഴിയുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. എന്നിട്ട് പ്രത്യേകമായിട്ടൊരു ശക്തി ഉണ്ടാവും ഈ ഗുരുതി കഴിയുമ്പോൾ. ഒരു പ്രാവശ്യം അവിടെ ആ സമയത്ത് ഭയങ്കര കാറ്റ്, ഈ ഗുരുതി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റ്. ആദ്യത്തെ പെട്ടിയിൽ ഭഗവാനെ ചാർത്താനുള്ള ആഭരണങ്ങളാണ്, അത് വെള്ളിപ്പെട്ടിയാണ്. ആ വെള്ളിപ്പെട്ടി സ്വർണ്ണ കുടമാണ്. ആ സ്വർണ്ണക്കുടത്തിലാണ് നമ്മൾ കളഭം ആടുന്നത്. മൂന്നാമത്തെ പെട്ടിയിൽ നമ്മൾ മലയപ്പുറത്തെ എഴുന്നള്ളത്തുണ്ട്. എങ്ങനെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ തുടക്കം? കുമാരൻ രാജവാഴ്ച വാഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഭൗതിക സുഖമല്ല, മണികണ്ഠൻ ആത്മീക സുഖത്തിലേക്ക്, ധ്യാനത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് പന്ത്രണ്ട് രാജാവിന് അത് ഭേദമായി. അച്ഛൻ ഖേദിക്കേണ്ട, വർഷത്തിലൊരിക്കൽ എന്നെ കൊണ്ട് അണിയിക്കൂ എന്ന് ആജ്ഞാപിച്ചനുസരിച്ചാണ് നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ദൂരമുണ്ട്. ശരീരത്തെ മറന്നുകൊണ്ടുള്ള യാത്ര ചെയ്തേ പറ്റും. മുറിവേയും തട്ടുകയും വിട്ടുമൊക്കെ അത് ക്രൂരമായ കല്ല്. പരിപൂർണമായിട്ട് നമുക്ക് വേദന അനുഭവിക്കുന്നെങ്കിലും ആ പരിപൂർണ വേദനയിൽ ഒരു പരമാനന്ദ സുഖം വരുന്നുണ്ട്, ആത്മീക സുഖം. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലോ എന്നുള്ള ഒരു ഭാഗം ആ മണികണ്ഠൻ ആ തിരുവാഭരണം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനും തോന്നുന്നതാണ്. പണ്ടുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇവിടെ ഇന്ന് ശരണം വിളിച്ചാൽ ശബരിമല കേൾക്കണം. ശരണം വിളിയാണ് കരിയത്തിലെ ഏറ്റവും. അയ്യപ്പൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു.